കേരളത്തിലെ ജനസംഖ്യ അനുപാതം വെച്ച് നോക്കുമ്പോൾ 46% മാത്രമേ ഹൈന്ദവരുള്ളൂ. ആ ഹൈന്ദവർ 46%-ൽ ഭൂരിഭാഗവും സാമ്പത്തികമായി നല്ല ഞെരുക്കത്തിലാണ്. കഷ്ടിച്ചൊക്കെ കഴിഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ഈ സാമ്പത്തിക ഞെരുക്കം വരുന്നതിന് കാരണത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. 46% ഉള്ള ഹൈന്ദവന് ബിസിനസ് രംഗത്ത് ഒരു 46% പ്രാതിനിധ്യം വേണ്ടതല്ലേ? അതെന്താ അതില്ലാത്തത്? 5% ഉള്ളൂ. ചെറിയ തൊഴിലുകളും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ തൊഴിലിലൂടെ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകളിലൂടെ ഒരുമാതിരി വലിയ ബിസിനസ്സുകളിലൂടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ 5% മാത്രമേ ഹൈന്ദവനുള്ളൂ. അതെന്താ? അത് വലിയൊരു ഒരു പ്രശ്നമല്ലേ? ധനം വന്നു ചേരുന്ന ഏറ്റവും പ്രധാന വഴി ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നേറാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ അങ്ങനെ ഒരു സ്വഭാവം വന്നത്? ഒരു ജോലി കിട്ടിയാൽ റിസ്ക് എടുക്കണ്ട, ഒരു ഉത്തരവാദിത്വം ഇല്ല. അവിടെ എന്തെങ്കിലും അവർ പറയുന്നത് ചെയ്തു കൊടുത്താൽ മാസാമാസം കൈ പതിപ്പിച്ചോ അല്ലെങ്കിൽ ഒപ്പിട്ടോ കാശിങ് എണ്ണി കിട്ടും. എന്തു സുഖം! ജോലി ശരിക്കും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, റിസ്ക് ഇല്ല. വലിയ ജോലിയൊന്നും ചെയ്യണമെന്നും നിർബന്ധവും ഇല്ല. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥ ആണെങ്കിൽ. പ്രൈവറ്റൊക്കെ ആണെങ്കിലും കുറച്ച് അവർ ബലം പ്രയോഗിച്ച് ചെയ്യിക്കും. ജോലി കിട്ടുന്ന ഹൈന്ദവനിഷ്ടം. അത് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. 1000 കൊല്ലം മുമ്പാണ് ഇവിടെ ജാതി വ്യവസ്ഥിതി ഉണ്ടായത്. കേരളത്തിൽ ഏറ്റവും മുകളിലൊരു തട്ടം കൊണ്ടുണ്ടായി. അതിന് ആദ്യത്തെ തട്ടുകാരൻ നോക്കിയിരിക്കും, മുകളിലുള്ളവൻ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് അതിന് താഴെയുള്ള ജോലി. അതിന് താഴെയുള്ളവർ അവർ 2ാം തരം 3ാം തരം 1ാം തരക്കാരൻ നോക്കിയിരിക്കുക ഈ 2ാം തരക്കാരൻ്റെ നിർദ്ദേശം ചെയ്യാൻ. അങ്ങനെ ഇങ്ങനെ താഴോട്ട് പോന്നു. അത് മറ്റൊരാൾ, ആ സമൂഹത്തിൽ തന്നെയുള്ള മറ്റാരെങ്കിലും ഒരു അജ്ഞാനുവർത്തികളായിട്ട് ജീവിക്കുന്ന ഒരു ശീലം വന്നുപോയി. മറ്റൊരാൾ പറഞ്ഞാൽ ചെയ്യാം, ഞാനായിട്ട് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല, എനിക്ക് കപ്പാസിറ്റി ഇല്ല എന്നുള്ള മട്ടിൽ. അത് 1000 കൊല്ലം കൊണ്ടങ്ങ് രൂഢമൂലമായിപ്പോയി. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറില്ല. സർക്കാർ ഉദ്യോഗമാണെങ്കിൽ റിസ്ക് കുറവുണ്ട്. ഒരു ബിസിനസ് എന്തെങ്കിലും ചെയ്താൽ കപ്പലിൻ്റെ കച്ചവടം നടത്തിയാൽ പോലും അത് ബിസിനസ്, അതിൽ പോലും ലാഭം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു സമൂഹത്തിലുണ്ട്. അതുപോലും റിസ്ക് എടുക്കാൻ തയ്യാറില്ല. വാങ്ങുന്നതിന് പൂത്ത് തന്നോലും പറയുമോ എന്നൊരു പേടി. ചെറിയൊരു കാര്യത്തിന് പോലും റിസ്ക് എടുക്കണം. ഒരു മാടക്കടക്കാരൻ വീട് തൊടുത്ത് വിറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, ജീവിക്കാനുള്ള വരി കിട്ടുന്നുണ്ട്. ഒറ്റ കടയുന്നുണ്ട്. പുള്ളി തന്നെ തീർത്ത് വീട് വെക്കുക, പഴക്കൊല കാണും, മുറുക്കാനുണ്ട്, അതെല്ലാം കൂടെ ന്യായമായിട്ട് കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട് ന്യായമായ രീതിയിൽ. അവിടെ നിന്ന് ഒരു ദിവസം വന്ന് ഒരു 10-50 വയസ്സുള്ള ആൾ വന്ന് സന്ധ്യയ്ക്ക് കൊണ്ട് വഴക്ക് തുടങ്ങി. ഭയങ്കര ചീത്തയും തറി ആളും കൂടി. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാമോ, അവിടെ നിന്ന് 25 ചെറുപ്പ പീടി വാങ്ങിച്ചുകൊണ്ട് പോയി. അത് വായിലോട്ട് വെച്ച് അറ്റത്ത് തീ കത്തിച്ച് വായിലോട്ട് വലിച്ചപ്പോൾ ആ പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ടു പോരുന്ന പോലെ ചുക്ക വായിലോട്ട് മുഴുവൻ പോകുന്നു. ഇതാണ് സംഗതി. അതിൻ്റെ പേരില്ല ഈ വഴക്ക് മുഴുവൻ. ആരെണ്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് അയാളെ 25 വീടിയുടെ പൈസ അങ്ങ് തിരിച്ചു കൊടുത്തായിരുന്നു. കടക്കാരനത് മനസ്സിലുണ്ട്. അത് കുറ്റമായിട്ട് വരുമൊന്നും കണ്ട് പുള്ളി കൊടുത്തില്ല. ഇതിന് പോലും റിസ്ക്കാണ്, ചെറിയ കാര്യത്തിൽ പോലും. ഇതെടുക്കാൻ തയ്യാറുള്ളവൻ പൈസ ഉണ്ടാവും. ഒരു ഡോക്ടറൊക്കെ എന്തൊരു ടെൻഷൻ എന്നറിയാമോ? ഒരു ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് 5 കൊല്ലം കഴിഞ്ഞു. എന്തൊരു അധ്വാനമോ ഉറക്കമില്ല, ടെൻഷൻ അതിഭയങ്കരം. ഒന്ന് പാസ്സായി കിട്ടിക്കഴിഞ്ഞാലും തൊഴിലുക, പിന്നെയും കുറേ കാലം കൂടെങ്കിലും നല്ല റിസ്ക് എടുക്കേണ്ട ജോലിയാണ്. സമൂഹത്തിൽ ഏറ്റവും 1ാം നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആരെങ്കിലും ഒരു ഡോക്ടറോടൊരു അപമര്യാദ കാണിക്കുമോ? വല്ല ലൂസായ മനുഷ്യനും വല്ലതും കാണിച്ചേക്കാം. അല്ലാതെ ന്യായമായ ഒരു മനുഷ്യനും അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ പദവിയും കൊടുത്തേ സംസാരിക്കുകയും ചെയ്യുള്ളൂ ഡോക്ടറോട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനമാണ് അവർക്ക്. ധനശേഷി നല്ലപോലെ ഉണ്ടാവും, ധനം ഇഷ്ടം പോലെ ഉണ്ടാവും.
ആഡംബര ജീവിതം നയിക്കാനുള്ള ധനം കിട്ടും. റിസ്ക് എന്തെടുത്തു, അത്ര റിസ്ക് എടുക്കുന്ന ആ പ്രകൃതി ഉള്ളവൻ്റെ ആ റിസ്കിൻ്റെ അളവനുസരിച്ചാണ് അവൻ സാമ്പത്തിക ജീവിത സൗകര്യം ഉണ്ടാകുന്നത്. ഈ സർക്കാർ ഉദ്യോഗം കൊണ്ട് ഒരുത്തനെ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇന്നത്തെ നിലയ്ക്ക് കഴിഞ്ഞു പോകാം. ഭക്ഷണവും ഡ്രസ്സും ചികിത്സയായിട്ടും കഴിഞ്ഞു പോവാം. അല്ലാതെ കൂടുതലൊന്നും മിച്ചം കൊത്തില്ല. മിച്ചമായിട്ട് കാര്യമായിട്ടൊന്നും കിട്ടുകയില്ല. അത് സർക്കാരിന് അറിയാവുന്നതുകൊണ്ട് അവിടെ പിടിച്ചിട്ടിട്ട് പിരിയും പോലും ശാലം തോന്നുന്നു ഇങ്ങോട്ട് തരുന്നത്. ഇതാണ് സ്ഥിതി. അത് ലോകത്തെല്ലായിടത്തും അത് തന്നെയാണ് സ്ഥിതി. എന്നാൽ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യുന്നവൻ അനിമിഷം വളർന്നുകൊണ്ടിരിക്കും. അവനെ പ്രകൃതി വളർത്തും റിസ്ക് എടുക്കുമ്പോൾ. ഈ റിസ്ക് എടുക്കുന്നവനുള്ള വളർച്ചയെന്ന് പറയുന്നത് യൂറോപ്യൻ ജനത സാഹസികന്മാരാണ്. അതാണ് യൂറോപ്പ് ഇത്ര വികസിച്ചത്. ഉന്നത ശ്രേണിയിലല്ലേ യൂറോപ്പ്. എല്ലാ കണ്ടുപിടുത്തങ്ങളിലും എല്ലാ തലത്തിലും ഉയർന്നവരല്ലേ. അവർ അമേരിക്ക പോയപ്പോൾ അവരും അതിൻ്റെ ഭാഗിയായിട്ടും ഉയർന്നു. 500 കൊല്ലം മുമ്പ് യൂറോപ്പിൽ നിന്ന് അമേരിക്ക കുടിയേറിയവരാ ഇന്ന് അമേരിക്കൻ ജനത. അപ്പം യൂറോപ്പിൻ്റെ അതേ സ്വഭാവം അമേരിക്ക തുടർന്നു. അമേരിക്ക അങ്ങ് വികസിച്ചു നല്ലപോലെ. ഈ റിസ്ക് എടുക്കുന്നവന് മാത്രമേ ഈ ഭൂമിയിൽ വികസിക്കാൻ പറ്റൂ. അവനെ ജീവിതത്തിൽ ശരിയായ സുഖം കിട്ടുള്ളൂ. റിസ്ക് എടുക്കണം, വിഷമെടുക്കണം, ഉറക്കം വരാത്ത അവസ്ഥ വരും, അങ്ങ് ഭയങ്കര ടെൻഷൻ വരും. ബിസിനസ്സിനുള്ളതാണ്. പക്ഷേ ധനം കിട്ടും കയ്യിൽ. മറ്റൊരാളുടെ വായിൽ നയപരമായ വാപത്തിലും ഒക്കെ മതി. മറ്റേ കീഴുദ്യോഗസ്ഥന് അടുക്ക് കയ്യിൽ തിരിക്കേണ്ട ഒരു ഗതികേടാണ്, എത്ര വലിയ ഉദ്യോഗമാണെങ്കിലും. അതൊക്കെയാണ് അതിൻ്റെ ഒരു വിഷമം. റിസ്ക് എടുക്കാൻ ഹൈന്ദവൻ തയ്യാറേ അല്ല. അവൻ്റെ ശീലം അതാ. മുകളിലുള്ളവർ പറഞ്ഞ് ശീലിച്ച് അതങ്ങ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. അത് ഈ 1000 കൊല്ലേ ഉള്ളൂ. ചതുർവർണ്ണമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതിന്. ചതുർവർണ്ണം വേറെയാണ്, അതെനിക്ക് പറയാം. ഈ ആദിവാസി ഇത്രയും മനുഷ്യനെ ചീത്തയാക്കി കളഞ്ഞത്. എല്ലാവരും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഇവിടെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഒഴിയാബാധയാണ് മനസ്സിൽ കൂടി, വ്യക്തിത്വത്തിൽ കൂടി നിൽക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. അന്തസ്സായിട്ട് മുന്നോട്ടിറങ്ങണം. എന്ത് ബിസിനസ്സും ചെയ്യണം. മേലും കീഴും നോക്കാതല്ല ചെയ്യേണ്ടത്. കഷ്ടനഷ്ടങ്ങൾ വരാതെ വളരെ സൂക്ഷിക്കണം. മുങ്ങിച്ചാകാൻ തുടങ്ങുന്നതിനൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും കയറി പിടിക്കുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ അവസ്ഥയിലായിരുന്നു ഹൈന്ദവൻ്റെ സ്ഥിതി. എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാവണം. ബിസിനസ്സിൽ തോൽവി വരും, വിഷമം വരും, മനപ്രയാസം വരും. നിയമത്തിൻ്റെ പിടിപ്പെടാതെ, കാരണം നിയമവിരുദ്ധമായ ഒന്നും പ്രവൃത്തിക്ക് പോകരുത്. പിന്നെ സാമൂഹ്യ മര്യാദകളും കീപ്പ് ചെയ്താൽ മതി. എന്ത് വിഷമവും സഹിക്കാനും തയ്യാറാവുന്നവനേ ജീവിത വിജയമുള്ളൂ. യൂറോപ്യൻ ജനതയെ കണ്ടു പഠിക്കേണ്ടത്. യൂറോപ്പിൻ്റെ മതം മാത്രമേ ഉള്ളൂ കുഴപ്പം. ബാക്കി അവരുടെ എല്ലാ പ്രകൃതവും വളരെ നല്ലതാണ്, ലോകോത്തരമാണ്. അതൊക്കെ മനപ്പാടമാക്കേണ്ടതാണ്. അതാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. മതം കൊള്ളുകയില്ല. അത് വളരെ ബാലിശമായതും ഉപരിപ്ലവമുള്ള ആശയങ്ങളാണ് അതിനകത്തുള്ളത്. അതൊരു കാലത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്, എന്നത്തേക്കും കൊള്ളുന്നതല്ല. അതനുസരിക്കാൻ പോകല്ലേ. ബാക്കിയെല്ലാം അവരുടെ പ്രവർത്തനക്ഷമത, സാഹസിക മനോഭാവം, എന്തിനും മുന്നേറാനുള്ളൊരു തൻ്റെ ഇടം, ഏത് കാര്യത്തിലും പ്രവർത്തിക്കാനുള്ള തൻ്റെ ഇടം, പ്രവർത്തിക്കാൻ 1ാം സ്ഥാനം കൊടുക്കുന്നു എന്നുള്ള പ്രാധാന്യം, അത് അവിടുന്നൊരു ഒരു എന്തെങ്കിലും ജോലി ഒരാളെ വലിയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ യൂറോപ്പിൽ നിന്നൊക്കെ മുമ്പ് ആൾ വരുമായിരുന്നു ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ. ട്രോംബയിൽ ആറ്റോമിക് സെൻറ്ററിൽ അതിൻ്റെ നിർമ്മാണ സമയത്ത് വെൽഡിങ്ങുകാർ മുഴുവൻ ജർമ്മൻകാരായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ധാരാളം അവിടുത്തെ സഹപ്രവർത്തകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന കേരളീയർ. അതൊരു പ്രത്യേകതയാണ്. ആ രീതിയിൽ പോകാത്ത ഓരോരുത്തരും സാമ്പത്തികമായിട്ട് ഉയരുകയില്ല. എത്ര ക്ലേശവും സഹിക്കാൻ എത്ര തന്നിടത്തോടെ മുന്നോട്ടിറങ്ങണം. അപ്പം പ്രകൃതി നമ്മളുടെ കൂടെ കൂടിക്കോളും. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ദൈവം നമ്മുടെ കൂടെ കൂടും. നമ്മൾ ചെയ്യുന്നത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയെ ദൈവം ഇങ്ങോട്ട് തരുള്ളൂ. നമ്മൾ എത്ര പ്രവർത്തിക്കുന്നോ, എത്ര ശുഷ്കാന്തി കാണിക്കുന്നോ അതിൻ്റെ ഇരട്ടി ഫലം ദൈവത്തിൽ നിന്ന് കിട്ടും. നമ്മുടെ ഇതിൻ്റെ ഫലം കിട്ടിയില്ലേലും അത് മതിയല്ലോ. ഇതിൻ്റെ ഫലം കിട്ടിയില്ല തന്നെ തോൽവി വരും, വന്നോട്ട് തന്നോട്ട് മുന്നേറാൻ വേണം. ഈ പ്രകൃതം ഒന്ന് മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കാൻ
അത് ഈ അടുത്ത തലമുറയിലേക്ക് പകർന്നു കിട്ടും ഈ പ്രവർത്തനക്ഷമത. നമ്മൾ ചെയ്യുമ്പോൾ ഒരു തലമുറ അങ്ങനെ നന്നാവുമ്പോൾ എത്ര ബുദ്ധിമുട്ടിയാലും മുന്നേറും. അങ്ങനെയാണ് ഇന്നത്തെ മഹാപ്രസ്ഥാനങ്ങൾ മുഴുവൻ. കേരളത്തിൽ തന്നെ പല പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നു, അതെല്ലാം സഹിച്ചാണ് മുന്നോട്ട് പോയത്. നമ്മുടെ കേരളത്തിലുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് എന്തോ സംഭവിച്ചെന്നൊന്നും പറയുന്നത് ശരിയല്ല. ഓരോ കമ്പനി ഇപ്പം വ്യവസായം നമ്മുടെ കേരളത്തിൽ ഉള്ളവർ പുറത്തു പോയവരുണ്ട്, കേരളത്തിൽ തന്നെ ചെയ്യുന്നവരുമുണ്ട്. അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തായിട്ട് അഭിമുഖത്തിലും മറ്റുമൊക്കെ എഴുതി വിടുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൈവരിക്കാൻ തയ്യാറാവണം. പ്രഭാതത്തിൽ രാത്രി ഉറക്കമില്ലാതാണ് ഡോക്ടറാകാൻ പഠിക്കുന്ന കാലത്ത്. രാത്രി കൂടെ പഠിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും അവരുടെ എല്ലാ എക്സാമിനേഷൻ പാസ്സായി MBBS കൈ കിട്ടുകയില്ല. അത്ര ബുദ്ധിമുട്ട് ഒത്തിരി അധികമുണ്ട് കാര്യങ്ങൾ, അത്ര വിപുലമാണ്. ആ പഠനം അത്ര റിസ്ക് എടുത്ത് അത്ര ബുദ്ധിമുട്ടി പഠിച്ച് രംഗത്ത് വന്നു കഴിയുമ്പം സമൂഹത്തിൽ ഒന്നാം നിരക്കാരായിട്ട് നമ്മൾ ഓരോരുത്തരും പരിഗണിക്കുന്നില്ലേ? ഡോക്ടർമാരെ ആരും അതിക്ഷേപിക്കുമോ സുബോധമുള്ളവന്? കാരണം അതുപോലെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ജോലിയാവില്ലത്. ഒത്തിരി റിസ്ക് ഉണ്ടാവില്ല ഈ പഠിക്കുന്ന കാലം മുതൽ തന്നെ. അത്ര നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഒരു സമൂഹത്തിൽ സ്ഥാനം കിട്ടുന്നു എന്നുള്ളതല്ലാതെ അവരെ മാനസികമായിട്ട് അത്ര സുഖം അനുഭവിക്കുന്നവരല്ല, വിഷമമാണ് എപ്പോഴും. കാരണം യന്ത്രങ്ങളല്ല, മനുഷ്യനെ അത് കൈകാര്യം ചെയ്യുന്നത്. അതാണ് കാരണം. അത്ര ഉത്തരവാദിത്തോടെ ആ ഡോക്ടർമാരുടെ അത്രയും ക്ലിപ്തത മറ്റൊരു വിഭാഗത്തിലും ഞാൻ കണ്ടിട്ടില്ല. പട്ടാളക്കാരെ ഏറ്റവും പഞ്ചിടുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് പട്ടാളക്കാരായിട്ട് പരിചയമുള്ളവരൊക്കെ അങ്ങനെ നിലയ്ക്ക് തന്നെയാണ്. ഡോക്ടർമാർ ഭയങ്കര കറക്റ്റാണ്. ടോളറൻസ് ഇല്ല അവരുടെ പ്രകൃതത്തിൽ, വളരെ പ്രകൃതമാണ്. പൊതുജനത്തോടുള്ള ഇടപെടലൊക്കെ കാണുമെന്നേ ഉള്ളൂ, മറ്റവരുടെ ജീവിതത്തിൻ്റെ ചിട്ടകളിൽ. അങ്ങനെയുള്ളവർക്ക് അതിനുള്ള വലിയ പദവി നമ്മൾ കൊടുക്കുന്നു, നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്നു. ലോകം മുഴുവൻ ഇതാ സ്ഥിതി. ഇവിടെ തന്നെയല്ല, ഡോക്ടർമാർ അത്ര ബുദ്ധിമുട്ട് സഹിച്ച് അവർ മുന്നേറുന്നതുകൊണ്ടാണ്. ബുദ്ധിമുട്ടാൻ തയ്യാറാകാതെ ചെറിയൊരു ബിസിനസ് തുടങ്ങുമ്പം പോലും അത് കുറച്ച് കഴിയുമ്പോൾ 1 കൊല്ലമോ 2 കൊല്ലമോ 3 കൊല്ലമോ കഴിഞ്ഞ് നിർത്തിയിട്ട് പോകുന്നവർ അധികം. സ്വസ്ഥത ഇല്ലെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സ്വസ്ഥത കിട്ടുക? പണമില്ല സ്വസ്ഥത കിട്ടുമോ? ജീവിക്കാൻ വരുമാനമില്ല സ്വസ്ഥത കിട്ടുമോ? ചികിത്സിക്കാൻ പണമില്ലാതെ വരുമ്പോൾ നമ്മൾ സ്വസ്ഥത കിട്ടുമോ? ആവശ്യത്തിന് ഭക്ഷണമില്ലാവുന്ന സ്വസ്ഥത കിട്ടുമോ? നമ്മൾ ന്യായമായിട്ട് എല്ലാവരും കൊടുക്കുന്ന പോലെ ഒരു സംഭാവന കൊടുക്കേണ്ട കേസിന് കൊടുക്കാതിരിക്കുമ്പോൾ ആ മനോവ്യഥ ഉണ്ടാകുന്ന കഠിനമല്ലേ അത്? അതൊക്കെ സ്വസ്ഥത ആണോ ഉണ്ടാകുന്നത്? പണം ഉണ്ടാകുന്നത് മാത്രമാണ് സ്വസ്ഥത. അല്ലാത്ത സ്വന്തമായിട്ട് നമ്മൾ നേരിട്ട് സ്വീകരിക്കാൻ തയ്യാറാവണം സ്വസ്ഥതക്കുറവ്. അപ്പം നമുക്ക് സ്വസ്ഥതയുള്ള ജീവിതം കിട്ടും. ഇത് അനേക പേരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അനേക പേര് ഇതുപോലെ ബിസിനസ് രംഗത്ത് വന്നവരെയും പിന്മാറിയവരെയും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയി ഉയർന്ന തലത്തിലെത്തിയവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. അത് നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ഹൈന്ദവൻ്റെ ഈ പോരാഴി കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് പറഞ്ഞതാണ്. സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.